afternoon, dear students. Prayer. Next topic is expressions using practically. Practically എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ട എക്സ്പ്രഷൻസ് എങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്തേ 234. Here given two boxes. These two boxes contains examples for how to use variables or this type of expressions in daily life. Okay. So first box, this box, situation, daily life situation in first column, variable, we take one variable, that variable in second column, and statements using expressions. ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സ്പ്രഷൻസ് യൂസ് ചെയ്തിട്ട് തേർഡ് കോളത്തിലും തന്നിട്ടുണ്ട്. അപ്പം ഞാൻ മോർണിംഗ് ക്ലാസ്സിൽ ഈ 10 പോർഷൻസ് നിങ്ങൾ 10 ടൈംസ് റീഡ് ചെയ്യണമെന്ന് പറഞ്ഞു. സെയിം വേ ദീസ് 2 ബോക്സസ് യു നീഡ് ടു റീഡ് 10 ടൈംസ്. ഓക്കെ, സോ ഫസ്റ്റ് ഈസ് സരിത ഹാസ് 10 മോർ മാർബിൾസ് ദാൻ അമീന. അപ്പം ഇവിടെ കറക്റ്റായിട്ട് ഇംഗ്ലീഷ് യൂസ് ചെയ്ത് മനസ്സിലാക്കിയാൽ മാത്രമേ തെറ്റാതെ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുകയുള്ളൂ. സരിത ഹാസ് 10 മോർ മാർബിൾസ് ദാൻ അമീന എന്ന് വെച്ചാൽ എന്താ? സരിതയ്ക്ക് അമീനയേക്കാൾ 10 മാർബിൾസ് കൂടുതലാണ്. അപ്പൊ സരിതയ്ക്കാണ് അമീനയേക്കാൾ 10 മാർബിൾസ് കൂടുതൽ. അപ്പൊ നമ്മൾ അമീനയുടെ മാർബിളിന്റെ നമ്പർ ഒരു വേരിയബിൾ യൂസ് ചെയ്തെടുക്കണം. ഇവിടെ ഒരു കമ്പയർ ചെയ്താ പറഞ്ഞിരിക്കുന്നത്. അമീനയുടെയും സരിതയുടെയും മാർബിൾസിന്റെ എണ്ണം കമ്പയർ ചെയ്ത് പറഞ്ഞിരിക്കുന്നു. ആർക്കാണ് കൂടുതൽ? സരിതയ്ക്ക്. ആരേക്കാൾ? അമീനയേക്കാൾ. എത്ര കൂടുതൽ? 10 കൂടുതൽ. അപ്പൊ നമ്മൾ അമീനയുടെ മാർബിളിന്റെ നമ്പർ എക്സ് എന്ന വേരിയബിൾ എടുത്തു. ഇവിടെ എക്സ് എന്ന് എടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേരിയബിൾ എടുക്കാം. A2 Z any വേരിയബിൾ യു ക്യാൻ ടേക്ക്, നോ പ്രോബ്ലം. പിന്നെ നമ്മൾ എപ്പോഴും വേരിയബിൾ XY Z യൂസ് ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈസിയാണ് പറയാൻ. അതിൻ്റെ ഒരു ഇതുകൊണ്ട് എപ്പോഴും എക്സ് ആയിരിക്കും കാണുക. അപ്പോൾ അമീനയുടെ എക്സ് എന്ന് എടുത്താൽ സരിതയുടെ പറയാമല്ലോ. അമീനയേക്കാൾ 10 കൂടുതൽ എന്നാ. കൂടുതൽ എന്ന് പറഞ്ഞാൽ എന്താ? ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്താൽ മതി? എക്സ് പ്ലസ് 10. എങ്ങനെ എടുക്കുന്നതെന്ന് ഇപ്പോൾ പിടികിട്ടിയോ? അപ്പോൾ സരിത ഹാസ് എക്സ് പ്ലസ് 10 മാർബിൾസ്. അപ്പം അമീനയ്ക്ക് എക്സും സരിതയ്ക്ക് എക്സ് പ്ലസ് 10ഉം. ഇപ്പം എക്സ്പ്രഷൻസ് ഡെയിലി ലൈഫ് സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്ന എക്സാമ്പിളാണിത്. മനസ്സിലാവുന്നുണ്ടല്ലോ? സെക്കൻഡ്, ബാലു ഈസ് 3 years യങ്ങർ ദാൻ രാജു. അവിടെ 2 പേരുണ്ട്, ബാലു, രാജു. ഇനി ആരൊക്കെ തമ്മിലാണ് കമ്പാരിസൺ? ആരോട് കമ്പയർ ചെയ്യുന്നു നോക്കി വേണം നമ്മൾ വേരിയബിൾ, ആർക്കാണ് വേരിയബിൾ എടുക്കേണ്ടതെന്ന് തീരുമാനിക്കുക. ബാലു ഈസ് 3 years യങ്ങർ ദാൻ രാജു. ബാലു രാജുവിനേക്കാൾ 3 year ഇളയതാണ്, യങ്ങറാണ്, ചെറുതാണ്. അപ്പൊ ആരെ വെച്ചാ കമ്പയർ ചെയ്യുന്നേ? രാജുവിനെ വെച്ച് കമ്പയർ ചെയ്ത് ബാലുവിന്റെ പറയുക. അപ്പൊ ആരെ വെച്ചാണോ കമ്പയർ ചെയ്യുന്നത് അവരുടേത് വേണം നമ്മൾ വേരിയബിൾ ആയിട്ട് എടുക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? മുമ്പത്തെ നമ്മൾ അമീനെ വെച്ചാണ് സരിതയുടെ പറഞ്ഞത്. ഇവിടെ രാജുവിനെ വെച്ച് ബാലുവിന്റെ പറയുന്നു. അപ്പൊ രാജുവിന്റെ വേണം ഇവിടെ വേരിയബിൾ എടുക്കാൻ. ഇവിടെ എക്സ് ഇയേഴ്സ് ആണ് ടെക്സ്റ്റിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ 3 years യങ്ങർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജുവിന് എക്സ് ഇയർ ആണെങ്കിൽ ഇപ്പൊ രാജുവിന്റെ ഏജ് എക്സ് എന്ന് എടുത്താൽ രാജുവിനേക്കാൾ ഇളയതാണ്. 3 years ഇളയതെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? സബ്സ്ട്രാക്ട് ചെയ്യണം. എക്സ് മൈനസ് 3 years ആണ് ബാലുവിന്. ബാലുസ് ഏജ് ഈസ് എക്സ് മൈനസ് 3 years. Please read these 2 boxes 10 times, then you can get how to solve this type of daily life situations. Okay. Question 3. Bigesh is toys are sold as Raju. ബിഗേഷ് രാജുവിനേക്കാൾ ടോയ്സ് ഓൾഡ് ആണെന്ന് പറഞ്ഞാൽ 2 times, അതായത് ഇരട്ടി പ്രായമുണ്ട്. രാജുവിനേക്കാൾ ഇരട്ടി പ്രായം ബിഗേഷിനുണ്ട്. അപ്പൊ എങ്ങനെ എടുക്കണം? ആരെ വെച്ചാ കമ്പയർ ചെയ്തിരിക്കുന്നത്? രാജുവിനെ വെച്ച് ബിഗേഷിന്റെ ഏജ് പറഞ്ഞിരിക്കുന്നു. അപ്പൊ രാജുവിന്റെ ഏജ് എക്സ് ഇയേഴ്സ് എന്ന് എടുത്താൽ ബിഗേഷിന് എങ്ങനെ പറയാൻ പറ്റും? ഡബിൾ ആണ്, ഇരട്ടിയാണ്.
So Raju's age x years, biggest age is 2 times x, that is 2x. Biggest age is 2x years. Next question 4. Raju's father's age is 2 years more than 3 times Raju's age. ആ സെന്റൻസ് നിങ്ങൾ കറക്റ്റായിട്ട് മീനിങ് മനസ്സിലാക്കിയിട്ട് ചെയ്യാവുള്ളൂ കേട്ടോ. രാജുസ് ഫാദേഴ്സ് ഏജ് ഈസ്, ആരുടെ കാര്യമാണ് പറഞ്ഞേ? രാജുവിൻ്റെ ഫാദറിൻ്റെ ഏജ്. ആരുമായിട്ട് കമ്പയർ ചെയ്യുന്നേ? രാജുവായിട്ട് തന്നെ. ഇനി എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? 2 years more than 3 times രാജുസ് ഏജ്. രാജുസ് ഏജിൻ്റെ 3 ടൈംസിൻ്റെ കൂടെ 2 ചേർത്താൽ രാജുവിൻ്റെ ഫാദറിൻ്റെ ഏജ് കിട്ടും. ഐ റിപ്പീറ്റ്, രാജുസ് ഫാദേഴ്സ് ഏജ് ഈസ് 2 years more than 3 times രാജുസ് ഏജ്. എന്ന് വെച്ചാൽ രാജുവിൻ്റെ ഫാദറിൻ്റെ ഏജ് രാജുവിൻ്റെ ഏജിൻ്റെ 3 ടൈംസിനോട് 2 ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇംഗ്ലീഷിൽ ഓരോ വേർഡ്സ്, അതായത് ഇംഗ്ലീഷിൽ നമ്മൾ മോർ ദാൻ അല്ലെങ്കിൽ അങ്ങനെ ആസ് വെൽ ആസ് അങ്ങനത്തെ ഓരോ മോർ ഇങ്ങനത്തെ ഓരോരോ ഇതുണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾക്ക് ഇതൊക്കെ അറിയാമെങ്കിലാണ് കറക്റ്റായിട്ട് ആൻസർ കണ്ടെത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതൊരു 10 ടൈംസ് റീഡ് ചെയ്തോ. ഇതുപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരത്തുള്ളൂ. അപ്പോൾ രാജുവിൻ്റെ ഏജുമായിട്ട് കമ്പയർ ചെയ്യുന്നത് കൊണ്ട് രാജുവിൻ്റെ ഏജ് എക്സ് ഇയേഴ്സ് എന്ന് എടുത്തു. അപ്പോൾ രാജുവിൻ്റെ ഇയറിൻ്റെ 3 ടൈംസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 3x. 3xൻ്റെ കൂടെ എന്ത് ചെയ്യണം? 2 ആഡ് ചെയ്യണം. അപ്പം 3x + 2 ആണ് രാജുവിൻ്റെ ഫാദറിൻ്റെ ഏജ്. തന്നിട്ടില്ലേ? രാജുസ് ഫാദേഴ്സ് ഏജ് ഈസ് 3x + 2 years. ഇപ്പം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ വീണ്ടും വെച്ച് ആദ്യം തൊട്ട് ഞാൻ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വീണ്ടും കേട്ട് നോക്കുക. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് ആണ് കേട്ടോ. ലെറ്റ്സ് ലുക്ക് അറ്റ് സം അതർ സച്ച് സിറ്റുവേഷൻസ്. ഇനി വേറെ ഇതുപോലത്തെ സിറ്റുവേഷൻസ് നോക്കാം. 5. How old will Susan be 5 years from now? സൂസൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഹൗ ഓൾഡ് വിൽ സൂസൻ? വില്ല് ചേർക്കുന്ന എപ്പോഴാ? ഭാവിയിൽ, ഫ്യൂച്ചറിൽ സംഭവിക്കുന്ന കാര്യത്തിനല്ലേ. അപ്പോൾ 5 years ഫ്രം നൗ, ഇന്ന് മുതൽ 5 years കഴിയുമ്പോൾ സൂസൻ്റെ ഏജ് എത്രയായിരിക്കും? ഇന്ന് മുതൽ 5 years കഴിയുമ്പോൾ സൂസൻ്റെ ഏജ് എത്രയായിരിക്കും? എങ്ങനെ പറയും? ഇന്ന് ഉള്ള ഏജിനെ നമുക്ക് ഇവിടെ y എന്നാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് y എന്ന് എടുക്കാം. ഇന്ന് മുതൽ 5 കഴിയാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഇന്ന് തൊട്ടുള്ള ഏജിൻ്റെ കൂടെ 5 years ആഡ് ചെയ്യണം, ഇല്ലേ? അപ്പോൾ y + 5 ആയിരിക്കും 5 years കഴിയുമ്പോൾ സൂസൻ്റെ ഏജ്. ലെറ്റ് y be Susan's present age in years. 5 years from now, Susan will be y + 5 years old. Okay. Now question 6. Not a question 6, statement 6. How old was Susan 4 years ago? ഇനി സൂസൻ്റെ തന്നെ കാര്യമാണ്. 4 years ago. എഗോ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? മുൻപ്. അപ്പോൾ 4 yearsന് മുമ്പ് സൂസൻ്റെ ഏജ് എത്രയായിരുന്നു? ഇപ്പോൾ y ആണല്ലേ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം മുൻപെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? സബ്സ്ട്രാക്ട്. എഗോ എന്ന് പറയുമ്പോൾ മുൻപ്. അപ്പോൾ സബ്സ്ട്രാക്ട് ചെയ്യുക. y - 4 ആയിരിക്കും 4 years മുമ്പ് ഏജ്. നെക്സ്റ്റ് 7. Price of wheat per kilogram is Rs 5 less than price of rice per kg. Price of wheat per kg is Rs 5 less than price of rice per kg. എന്ന് പറഞ്ഞാൽ വീറ്റിൻ്റെ പ്രൈസ് റൈസിൻ്റെ പ്രൈസിനേക്കാൾ 5 rupees കുറവാണ്. ലെസ് ദാൻ. ലെസ് എന്ന് പറഞ്ഞാൽ എന്താ? ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ എന്താ? അതെപ്പോഴും നമ്മൾ മാത്സ് യൂസ് ചെയ്യുന്നല്ലേ, കുറവ്. ഇപ്പോൾ പ്രൈസ് ഓഫ് വീറ്റ് പെർ kg, 1 kilogram വീറ്റിന്, അല്ലെങ്കിൽ പെർ kg എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? പെർ kg എന്ന് പറഞ്ഞാൽ 1 kilogram. അപ്പോൾ 1 kilogram വീറ്റിന് 5 rupees ലെസ്സാണ് റൈസിൻ്റെ പൈസയേക്കാൾ. അപ്പോൾ നമ്മൾ എങ്ങനെ എടുക്കും? റൈസിൻ്റെ പ്രൈസിനെ വേണം എടുക്കാൻ. ഏതിനോട് ബന്ധപ്പെട്ടാണ് നമ്മൾ പറയുന്നത്? ഏതാണിനെ കമ്പയർ ചെയ്യുമ്പോൾ ഏതിനെ വെച്ചാണ് പറയുന്നതെന്ന് നോക്കണം. അതിനാണ് നമ്മൾ വേരിയബിൾ എടുക്കണം. അപ്പോൾ റൈസിന് നമ്മൾ പി എന്നെടുത്തു കഴിഞ്ഞാൽ P - 5 rupees ആണ് വീറ്റിൻ്റെ പ്രൈസ്. Now 8.
price of oil per liter is 5 times the price of rice per kg. Price of oil, ഓയിലിൻ്റെ പ്രൈസ് റൈസിൻ്റെ പ്രൈസിനേക്കാൾ 5 times കൂടുതലാണ്. 5 times എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 5 times എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ യൂസ് ചെയ്യേണ്ടത്? മൾട്ടിപ്ലിക്കേഷൻ. ഈ ലെസ് ദാൻ എന്നൊക്കെ പറഞ്ഞാൽ സബ്സ്ട്രാക്ഷൻ, മോർ ദാൻ ഒക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അഡീഷൻ ചെയ്യണം. അല്ലെ ആഫ്റ്റർ ഇത്ര ദിവസങ്ങൾ കഴിഞ്ഞല്ലേ ഇത്ര ഇയർ എന്നൊക്കെ പറയുമ്പോൾ അഡീഷൻ. ബിഫോർ എന്ന് പറയുമ്പോൾ സബ്സ്ട്രാക്ഷൻ, എഗോ, അതൊക്കെ സബ്സ്ട്രാക്ഷൻ നമ്മൾ യൂസ് ചെയ്യും. അതുപോലെ 5 times അല്ലെ, ടൈംസ് ചേർത്ത് വരുന്ന എപ്പോഴും മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഓർത്തോണം കേട്ടോ. അപ്പൊ പ്രൈസ് ഓഫ് ഓയിൽ, ഓയിലിന്റെ പ്രൈസ് ഓഫ് റൈസിനേക്കാൾ 5 times ആണ്. അപ്പൊ എങ്ങനെ എഴുതും? നമ്മുടെ റൈസ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്, റൈസിനെ കണക്ട് ചെയ്താണ് പറഞ്ഞിരിക്കുന്നത്. സോ റൈസിന്റെ പ്രൈസ് പി എന്നെടുത്താൽ 5p ആയിരിക്കും പ്രൈസ് ഓഫ് ഓയിൽ. ഓക്കെ. Now question 9. The speed of a bus is 10 km/h more than the speed of a truck going on the same road. ഒരു സെയിം റോഡിൽ കൂടെ ഒരു ട്രക്കും ഒരു ബസ്സും പോവുകയാണ്. അപ്പോൾ ട്രക്കിൻ്റെ സ്പീഡിനേക്കാൾ 10 km/h മോർ സ്പീഡാണ് ബസ്സിനുള്ളത്. അപ്പോൾ നമ്മൾ ആരുടെ സ്പീഡാണ് വേരിയബിൾ ആയിട്ട് എടുക്കേണ്ടത്? ട്രക്കിൻ്റെ. അത് ഇവിടെ y ആയിട്ട് എടുത്തിരിക്കുന്നു. അപ്പോൾ y + 10 km/h ആണ് ബസ്സിൻ്റെ സ്പീഡ്. Now page 235 exercise 11.4. ഇതുപോലെ ഡെയിലി ലൈഫ് സിറ്റുവേഷൻസ് എക്സസൈസ് 11.4 തന്നിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിങ്ങനെ എക്സ്പ്രഷൻസ് ആക്കി എഴുതണം. സോ ആൻസർ ദ ഫോളോവിങ്. എ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ. ടേക്ക് സരിതാസ് പ്രസന്റ് ഏജ് ടു ബി y years. അവിടെ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സരിതയുടെ പ്രസന്റ് ഏജ് y years എന്ന് എടുക്കുക. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ഹെയർ ഏജ് 5 years ഫ്രം നൗ? ഇപ്പൊ തൊട്ട് 5 വർഷം കഴിഞ്ഞാൽ അവളുടെ ഏജ് എത്രയായിരിക്കും? അപ്പൊ പ്രസന്റ് ഏജ് എത്രയാ? y. ആഫ്റ്റർ 5 years എത്രയായിരിക്കും? y + 5. ഇത്രയേ ഉള്ളൂ കേട്ടോ. y + 5 years. ഇങ്ങനെ എഴുതാൻ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. കുറേ പ്രാവശ്യം റീഡ് ചെയ്യുമ്പോൾ കിട്ടും. ക്വസ്റ്റ്യൻ 2. വാട്ട് വാസ് ഹെയർ ഏജ് 3 years ബാക്ക്? 3 years ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? 3 വർഷം പുറകില്, 3 വർഷം മുൻപ് എത്രയായിരുന്നു ഏജ്? ഇപ്പൊ y അല്ലേ, അപ്പൊ എന്ത് ചെയ്യണം? y - 3 years. ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ, നിങ്ങളിപ്പോ ഇത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ എത്ര ഏജ്? 11 ഉള്ളവർ കാണും, 12 ഉള്ളവർ കാണും, ഇല്ലേ? അപ്പൊ നിങ്ങളോട് 3 വർഷം മുന്നുള്ള ഏജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? ഇപ്പോഴുള്ള ഏജിൽ നിന്ന് 3 years സബ്സ്ട്രാക്ട് ചെയ്യില്ല ചെയ്യുന്നേ. അതുപോലെ 12 ആണ് ഇപ്പൊ നിങ്ങളുടെ ഏജ് എങ്കിൽ 5 years കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഏജ് പറയും? 12ന്റെ കൂടെ 5 years ആഡ് ചെയ്യും. അപ്പൊ 5 years കഴിയുമ്പോൾ നിങ്ങളുടെ ഏജ് 17 ആണെന്ന് പറയും. അത് തന്നെയാണ് ഇവിടെ വേരിയബിൾ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ 12 എന്ന് പറഞ്ഞ ഏജിന്റെ സ്ഥാനത്ത് ഇവിടെ നമുക്കൊരു വേരിയബിൾ y തന്നു, അത്രേ മാത്രമേ ഉള്ളൂ. ഓക്കെ. Now question 3. Sarita's grandfather is 6 times her age. What is the age of her grandfather? സരിതയുടെ ഗ്രാൻഡ് ഫാദറിന്റെ ഏജ് സരിതയേക്കാൾ 6 times ആണ്. അപ്പോൾ വാട്ട് ഈസ് ദ ഏജ് ഓഫ് ഗ്രാൻഡ് ഫാദർ? ഗ്രാൻഡ് ഫാദറിന്റെ ഏജ് പറയണം. അത് ഈസി അല്ലേ? എല്ലാവരും പറഞ്ഞു കാണുമായിരിക്കുമല്ലോ, അല്ലേ? 6 times എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? 6y മൾട്ടിപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ 6y years. Now question 4. Grandmother is 2 years younger than grandfather. What is the grandmother's age? അപ്പോൾ ഗ്രാൻഡ് ഫാദറിന്റെ ഏജ് നമ്മൾ കണ്ടുപിടിച്ചു. എത്ര കണ്ടുപിടിച്ചേ? 6y years. ഗ്രാൻഡ് മദർ ഈ ഗ്രാൻഡ് ഫാദറിന്റെ ഏജിനേക്കാൾ 2 years ലെസ് ആണ്. യങ്ങർ എന്ന് പറഞ്ഞാൽ ചെറുതാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഇത് തന്നെ നമ്മൾ ബോക്സിൽ ചെയ്തായിരുന്നല്ലോ ഒരെണ്ണം, ഇല്ലേ? യങ്ങർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സബ്സ്ട്രാക്ട് ചെയ്യണം. എത്ര ഇയേഴ്സാ? 2 years. സോ ഗ്രാൻഡ് മദറിന്റെ ഏജ് എത്രയാ? 6y - 2. അപ്പൊ നിങ്ങൾ ഓർക്കി ബ്രാക്കറ്റ് എന്തിനാ ഇടുന്നതല്ല, ഇത് ഒന്നിച്ചാന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു വൈയും കൂടെ വന്നതുകൊണ്ടേ സെപ്പറേറ്റ് അറിയാൻ. ചിലപ്പോൾ ഇങ്ങനെ വൈയും ഇങ്ങനെ ബ്രാക്കറ്റിലെല്ലാം ഇടാറുണ്ട്, ചിലപ്പോൾ ഇങ്ങനെ ഇടാറുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 5. Sarita's father's age is
5 years more than 3 times Sarita's age. What is her father's age? Same method നമ്മൾ ഈ ബോക്സിൽ കണ്ടായിരുന്നില്ലേ? ഈ ഫോർത്ത് ക്വസ്റ്റ്യൻ സെയിം ലൈക്ക് ആണ്. Sarita's father's age is 5 years more than 3 times Sarita's age. എന്ന് വെച്ചാൽ എന്താ? സരിതയുടെ ഏജിന്റെ 3 ടൈംസിന്റെ കൂടെ 5 ആഡ് ചെയ്യുന്നതാണ് സരിതാസ്. സോറി, 3 ടൈംസ് സരിതാസ് ഏജിന്റെ കൂടെ 5 ഇയേഴ്സ് ആഡ് ചെയ്യണം. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞത്? സരിതാസ് ഫാദർ ഏജ് എന്ന് പറയുന്നത് സരിതയുടെ ഏജിന്റെ കൂടെ, സരിതയുടെ ഏജിന്റെ 3 ടൈംസ് 3y, അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? 5 ആഡ് ചെയ്യണം. സോ 3y + 5 ഇയേഴ്സ് ആണ് സരിതയുടെ ഫാദറിന്റെ ഏജ്. അപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ തോന്നും ഞാൻ എന്തിനാ ചിരിച്ചതെന്നല്ലേ? ഇപ്പം എല്ലാവർക്കും കുറേ പേർക്കെങ്കിലും സംശയം തോന്നും. അതുകൊണ്ട് ഇവിടെ കൊച്ചൊന്ന് ചിരിപ്പിച്ചിട്ട് പോയതാണ് കേട്ടോ. അല്ലെങ്കിൽ ഇനി നിങ്ങൾ എന്നായിരിക്കും ഞാൻ ചിരിച്ചത്, ക്വസ്റ്റ്യൻ കണ്ടിട്ട് ചിരിച്ചതാണോ എന്ന് ഓർക്കല്ലേ, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബി. The length of a rectangular hall is 4 meters less than 3 times the breadth of the hall. What is the length if the breadth is b meters? അപ്പോൾ ഇവിടെ നിങ്ങളത് വായിച്ച് കേൾക്കുമ്പോൾ ഭയങ്കര ഭീകരമായിട്ടൊന്നും വിചാരിക്കണ്ട കേട്ടോ. ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്, റെക്റ്റാങ്കുലർ ഹാള്, റെക്റ്റാങ്കിൾ അല്ല റെക്റ്റാങ്കുലർ ഹാൾ എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിൾ ഷേപ്പുള്ള ഒരു ഹാളുണ്ട്. is 4 meters less than 3 times the breadth of the hall. What is the length if the breadth is b? ഇവിടെ breadth b ആയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ലെന്ത് ബ്രെഡ്ത്തുമായിട്ട് റിലേറ്റ് ചെയ്താ പറഞ്ഞിരിക്കുന്നത്. അപ്പം ആരുമായിട്ടാണോ റിലേറ്റ് ചെയ്യുന്നത് അത് വേണം വേരിയബിൾ ആയിട്ട് എടുക്കാൻ. ഓക്കെ, സോ ബ്രെഡ്ത്ത് ബി ആയിട്ട് എടുത്താൽ ഇനി ഇവിടെ തന്ന റിലേഷൻ നോക്കിയേ. 4 meters less than 3 times the breadth. അതാണ് ശ്രദ്ധിക്കേണ്ടത്. 4 times less than എന്ന് പറഞ്ഞാൽ നമ്മൾ -4 ആണ്. എവിടുന്നാ? 3 times breadth. That is 3b - 4. So length equal to 3b - 4. അപ്പോൾ എളുപ്പമായില്ലേ? അപ്പോൾ ഒരു റെക്റ്റാങ്കുലർ ഹാളുണ്ട്. ഹാളിന്റെ ലെന്ത് ബ്രെഡ്ത്തിന്റെ 3 ടൈംസിൽ നിന്ന് 4 സബ്ട്രാക്ട് ചെയ്യുന്നതാണ്. ബ്രെഡ്ത്ത് ബി എന്ന് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ 3 times b - 4 we get length. Okay, now question C. A rectangular box has height h centimeter. So a rectangular box is there. Its height h കൊണ്ട് തന്നെ റെപ്രസെന്റ് ചെയ്തു. Its length is 5 times the height. Its length is 5 times the height. എന്ന് വെച്ചാൽ എന്താ? മൾട്ടിപ്ലിക്കേഷൻ 5h. And breadth is 10 centimeter less than the length. And breadth is 10 centimeter less than the length. ലെന്തിനേക്കാൾ 10 centimeter ലെസ് ആണ് ബ്രെഡ്ത്ത്. അപ്പൊ ലെന്ത് ഇവിടെ എത്രയാ? 5h. അതിനേക്കാൾ എത്ര ലെസ് ആണ്? 10. അപ്പൊ ലെന്തും ബ്രെഡ്ത്തും കിട്ടിയില്ലേ? എക്സ്പ്രസ് ദ ലെന്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ ബോക്സ് ഇൻ ടേംസ് ഓഫ് ഹൈറ്റ്. ഹൈറ്റിന്റെ ടേംസിൽ ലെന്തും ബ്രെഡ്ത്തും എഴുതണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എച്ച് തന്നിട്ടുണ്ട്. എച്ചിന്റെ 5 ടൈംസ് ആണ് ലെന്ത്. ദാറ്റ് ഈസ് 5h. എച്ചിന്റെ ടേമിലായില്ലേ? നെക്സ്റ്റ് ഇത് തമ്മിൽ റിലേറ്റ് ചെയ്തിട്ടുണ്ട്. ലെന്തിനേക്കാൾ 10 കുറവാണ് ബ്രെഡ്ത്ത്. സോ 5h - 10. അപ്പോൾ ഇവിടെ എച്ച് വന്നു, ഇവിടെ എച്ച് വന്നു, ഹൈറ്റിന്റെ ടേമിലായി. ഇത്രേ ഉള്ളൂ. വെരി സിമ്പിൾ. Now question C. Sorry, C ആണ് ഇപ്പോൾ പറയുന്നത്. Question D. Meena, Beena and Leena are climbing the steps to hilltop. അവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. റൈമിംഗ് വേർഡ്സ് ഇംഗ്ലീഷിൽ പഠിക്കാറില്ലേ? അതുപോലെയാണ് പേര് വന്നിരിക്കുന്നത്. മീന, ബീന, ലീന. കൊള്ളാല്ലേ? അവരും 3 പേരും കൂടെ എവിടെ പോവാ? ഹിൽ ടോപ്പിൽ പോവാ, പൊക്കത്തിൽ കയറി പോവാ. മീന ഈസ് അറ്റ് സ്റ്റെപ്പ് എസ്. മീന എവിടെയാണ്? എസ് എന്ന് പറഞ്ഞ സ്റ്റെപ്പിലാണ് നിൽക്കുന്നത്. ബീന ഈസ് 8 സ്റ്റെപ്സ് എഹഡ്. ബീന എഹഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? മുൻപിൽ.
അപ്പൊ ഇതിനേക്കാട്ടിലും 8 സ്റ്റെപ്സ് മുന്നിലാണ് എന്ന് വെച്ചാൽ എന്താ s plus 8. Okay. Now Lina is 7 steps behind. ലീന എന്ന് പറഞ്ഞാൽ മീനയെക്കാട്ടിലും 7 സ്റ്റെപ്സ് ബിഹൈൻഡ് ആണ്. ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ പുറകില്. മനസ്സിലാവുന്നുണ്ടോ? മീന എസ്, ബീന S+8, ലീന S-7. Where are ബീന ആൻഡ് മീന? സോറി ലീന. ക്വസ്റ്റ്യനിലെ ടെക്സ്റ്റ് നിങ്ങളുടെ കറക്റ്റ് ആക്കിയെന്ന് എനിക്കറിയില്ല. ഇവിടെ മീന എന്നാണ്, ലീന എന്നാക്കണം കേട്ടോ. ബീനയും ലീനയും എവിടെയാണ്? ബീന എവിടെയാ? S+8 എന്ന് പറഞ്ഞ സ്റ്റെപ്പിലും ലീന S-7 എന്ന് പറഞ്ഞ സ്റ്റെപ്പിലും. The total number of steps to the hilltop is 10 less than 4 times what Meena has reached. Express the total number of steps using S. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റെപ്സോട് നമ്മൾ കണ്ടുപിടിക്കണം. ആ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റെപ്സിന് ഒരു ക്ലൂ ഇവിടെ തന്നിട്ടുണ്ട്. The total number of steps to hilltop is 10 less than 4 times what Meena has reached. മീന റീച്ച് ചെയ്തത് എസ് ആണ് അല്ലേ? മീന റീച്ച് ചെയ്തതിൻ്റെ 4 ടൈംസിൽ നിന്ന് 10 സബ്ട്രാക്ട് ചെയ്യണം. 4s minus 10. ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റെപ്സ്. Once more, the total number of steps to the hilltop is 10 less than 4 times what Meena has reached. മീന എവിടെയാണോ എത്തിയിരിക്കുന്നത് അതിൻ്റെ 4 ടൈംസിൽ നിന്ന് 10 സബ്ട്രാക്ട് ചെയ്യുന്നതാണ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റെപ്സ്. Now question is, a bus travels at v km/h. ഒരു ബസ് ഉണ്ട്. ബസ് ട്രാവൽ ചെയ്യുന്ന സ്പീഡാണ് v km/h. ഒരു അവറിൽ v കിലോമീറ്റർ സ്പീഡിൽ യാത്ര ചെയ്യുന്നു. ഇറ്റ് ഈസ് ഗോയിങ് ഫ്രം ദാസ്പൂർ ടു ബീസ്പൂർ. സ്ഥലപ്പേര് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് എങ്ങോട്ടാണെന്ന്. ആഫ്റ്റർ ദ ബസ് ഹി ഹാസ് ട്രാവൽഡ് 5 hours. ബീസ്പൂർ ഈസ് സ്റ്റിൽ 20 കിലോമീറ്റർ അവേ. 5 hours യാത്ര ചെയ്ത് കഴിഞ്ഞിട്ട് ബീസ്പൂരിലെത്താൻ ഇനിയും 20 കിലോമീറ്റർ ഉണ്ട്. അതായത് ഇപ്പൊ എത്തിയ സ്ഥലത്ത് നിന്ന് 20 കിലോമീറ്റർ എവേ എന്ന് പറഞ്ഞാൽ ദൂരെയാണ് നമ്മുടെ ബീസ്പൂർ ഉള്ളത്. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദാസ്പൂർ ടു ബീസ്പൂർ? എക്സ്പ്രസ് ഇറ്റ് യൂസിങ് വി. ഇപ്പൊ ഇവിടെ സ്പീഡ് ഓഫ് ബസ് തന്നിട്ടുണ്ട്. സ്പീഡ് ഓഫ് ബസ് ഈക്വൽ ടു വി തന്നിട്ടുണ്ടല്ലോ. ഇനി ട്രാവൽ ചെയ്ത് 5 hours ട്രാവൽ ചെയ്ത് കഴിഞ്ഞു. ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തത് എന്തേരമാണ്? 5 hours. ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞത് 5 hours ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഇനി എത്ര കൂടെ പോയാലേ ബീസ്പൂരിൽ എത്തുള്ളൂ? 20 കിലോമീറ്റർ. അപ്പൊ നമ്മള് ഈ 5 കൊണ്ട് സ്പീഡിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 5v പിന്നെ നമ്മൾ ആ 20 കൂടെ ആഡ് ചെയ്യുക. ഇതാണ് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിയാൽ എങ്ങനെയാണ് ഈ 5v വന്നെന്ന് ഡൗട്ട് ഉണ്ടോ? ഇത് നമ്മൾ സയൻസിനകത്ത് പഠിക്കുന്നതാണ്. സ്പീഡും നമ്മൾ ടൈം ട്രാവൽ ചെയ്ത ടൈമും അറിയാമെങ്കിൽ സ്പീഡും ടൈമും ഇത് 5 hours ട്രാവൽ ചെയ്തു എന്നല്ലേ. അപ്പൊ ഇവിടെ ടൈം അല്ലേ വരുന്നത്. അപ്പൊ സ്പീഡും ടൈമും നമുക്കറിയാം. അപ്പൊ ഡിസ്റ്റൻസ് കാണാൻ ഇതിന് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ 5v ആണ് ഡിസ്റ്റൻസ് ഓൾറെഡി കവർ ചെയ്തത്. പിന്നെ 20 കിലോമീറ്റർ കൂടെ കവർ ചെയ്യാനുണ്ട്. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് 5v + 20. ഇത് ഫിസിക്സ് സയൻസിലുണ്ട്. നിങ്ങളുടെ സയൻസില്ലേ അതിനകത്ത് ഡിസ്റ്റൻസ് സ്പീഡും ടൈമും തമ്മിലുള്ള റിലേഷൻ പഠിക്കുന്നില്ലേ, അവിടെ നിന്നാണ് കേട്ടോ. Question number 2. Change the following statements using expressions into statements in ordinary language. Given questions in expressions. Questions സ്റ്റേറ്റ്മെന്റുകൾ താഴെ തന്നിരിക്കുന്നത് എക്സ്പ്രഷൻസ് യൂസ് ചെയ്താണ്. നമ്മളത് ഓർഡിനറി ലാംഗ്വേജിൽ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പറയുന്നത് പോലെ പറയണം. എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻസ് പറഞ്ഞില്ലേ, ഇവിടെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് എല്ലാം എക്സ്പ്രഷനിലേക്ക് മാറ്റി. ഈ ക്വസ്റ്റ്യൻ്റെ റീവേഴ്സ് ആണ് ഇവിടെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് എക്സ്പ്രഷൻസ് വെച്ച് തന്നിട്ടുണ്ട്. നമ്മൾ തിരിച്ച് വെറുതെ ഓർഡിനറി സ്റ്റേറ്റ്മെന്റിലേക്ക് മാറ്റണം. ഒരു എക്സാമ്പിൾ അവിടെ തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഗിവൺ സലീം സ്കോർസ് 6 runs in a cricket match. നളിൻ സ്കോർസ് 6+15 runs. അപ്പോൾ നളിന് 6 runs ക്രിക്കറ്റ് മാച്ചിൽ
നളിൻ R+15 റൺസും വാങ്ങി. അപ്പോൾ ഓർഡിനറി ലാംഗ്വേജിൽ പറയുമ്പം നളിൻ സ്കോർസ് 15 റൺസ് മോർ ദാൻ സലിം. Now question A notebook costs rupees P. ഒരു നോട്ട്ബുക്കിന്റെ വില റുപ്പീസ് P ആണ്. A book costs റുപ്പീസ് 3P. ഒരു ബുക്കുണ്ട്. അപ്പം ബുക്കും നിങ്ങൾക്ക് അറിയാമല്ലോ. ഇവിടെ ഉദ്ദേശിക്കുന്ന നോട്ട്ബുക്ക് നമ്മൾ റൈറ്റ് ചെയ്യുന്നത് ബുക്ക്, ഈ ടെക്സ്റ്റ് ബുക്കിനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നോട്ട്ബുക്കിന് റുപ്പീസ് P ആണ്, ബുക്കിന് റുപ്പീസ് 3P ആണ്. എങ്ങനെ ഓർഡിനറി ലാംഗ്വേജിൽ പറയും? നിങ്ങളൊന്ന് റിലേറ്റ് ചെയ്തേ. ബുക്കിന്റെ കോസ്റ്റ് നോട്ട്ബുക്കിന്റെ കോസ്റ്റിനേക്കാൾ 3 times ആണ്. അങ്ങനെയല്ലേ ഇതിൽ നിന്ന് മനസ്സിലാവണ്ടേ? അപ്പൊ അതൊന്ന് പറഞ്ഞേ. എ ബുക്ക് കോസ്റ്റസ് 3 times the cost of a notebook. A book cost 3 times the cost of a notebook. Next question B. Tony puts Q marbles on the table. He has 8 Q marbles in the box. ഇപ്പൊ ടോണിയുടെ പേര് പറയുമ്പോൾ നമ്മുടെ ടോണീനെ ഓർക്കണ്ടല്ലേ? സോ ഹായ് ടോണി, ഹൗ ആർ യു? ഓക്കെ, എല്ലാവരും ഓർക്കുന്നുണ്ടോ ടോണീനെ? ഇപ്പൊ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാഞ്ഞ് എല്ലാവരും മറന്നു പോയോ? ഓക്കെ, സോ ക്വസ്റ്റ്യൻ ബി. ടോണി പുട്സ് ക്യൂ മാർബിൾസ് ഓൺ ദ ടേബിൾ. ടേബിളിൽ ടോണി എത്ര മാർബിൾസ് വെച്ചു? ക്യൂ മാർബിൾസ് വെച്ചു. ഹി ഹാസ് 8 ക്യൂ മാർബിൾസ് ഇൻ ഹിസ് ബോക്സ്. ഇപ്പൊ ബോക്സിൽ 8 ക്യൂ മാർബിൾസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ക്യൂവിനേക്കാൾ 8 times മാർബിൾ ബോക്സിലുണ്ട്, അങ്ങനല്ലേ? അപ്പൊ അതെങ്ങനെ ഓർഡിനറി ലാംഗ്വേജിൽ പറയും? ടോണീസ് ബോക്സ് കണ്ടെയ്ൻസ് 8 times the marbles on the table. ടേബിളിൽ ഇരിക്കുന്ന മാർബിളിനേക്കാൾ 8 times മാർബിൾസ് ബോക്സിലുണ്ട്. Understood? Tony's box contains 8 times the marbles on the table. അപ്പോൾ ഇനി ക്വസ്റ്റ്യൻ സി ഡി ഇ നിങ്ങൾ ഹോംവർക്ക് ചെയ്യാവോ എന്ന് നോക്കണം. ഇതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ തന്നിട്ടില്ലേ? ആ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നോക്കി ഈ ബോക്സ് നിങ്ങളൊരു 10 times റീഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നമ്മൾ ഈ രീതിയിലേക്ക് മാറ്റണം. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് തന്നിരിക്കുന്നത്, ഇവിടെ എങ്ങനെയാണ് തന്നിരിക്കുന്നതെന്ന് കണക്ട് ചെയ്തിട്ട് മാറ്റണം. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പഠിക്കത്തില്ലല്ലോ മുഴുവൻ ഞാൻ പറഞ്ഞാൽ. അപ്പോൾ സി ഡി ഇ ഹോംവർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3A. Given Munnu's age to be X years, can you guess what X-2 may show? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന മുന്നൂസ് ഏജ് X years എന്ന് തന്നിട്ടുണ്ട്. ഇനി ഒരു can you guess what X-2 may show now? അപ്പോൾ ഇവിടെ X-2 എന്ന് തന്നിട്ടുണ്ട്. ഇതെന്തായിരിക്കും കാണിക്കുക? മുന്നൂന് X yearsഉം ആരോ ഒരാൾക്ക് X-2 years ഒന്നും അല്ലേ, ആരോ ഒരാളുടെ ഏജ് എക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞു, അതായത് മുന്നുമായിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഹിന്റ് തന്നിട്ടുണ്ട്. തിങ്ക് ഓഫ് മുന്നൂസ് യങ്ങർ ബ്രദർ. അപ്പൊ മുന്നുവിന്റെ യങ്ങർ ബ്രദറിനെ വിചാരിക്കുക. യങ്ങർ ബ്രദർ എന്ന് പറഞ്ഞാൽ ആരാ? ഇളയ ആള്. അപ്പൊ മുന്നൂന് X ആണെങ്കിൽ ഇളയാൾക്ക് X-2 years എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ക്യാൻ യു ഗസ് വാട്ട് X+4 may show? അപ്പൊ ഇനി വേറൊരു ഏജ് തന്നിരിക്കുവാണ് X+4. അതെന്തായിരിക്കും? ഇപ്പൊ യങ്ങർ ബ്രദറിനെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എൽഡർ ബ്രദറിനെ പറ്റി പറഞ്ഞാലോ? എൽഡർ എന്ന് പറഞ്ഞാൽ മൂത്തയാളോ, അല്ലെങ്കിൽ എൽഡർ ബ്രദറോ എൽഡർ സിസ്റ്ററോ ആരും ആകാം കേട്ടോ. അപ്പൊ മുന്നൂനേക്കാൾ മൂത്തയാൾക്ക് X+4 years എന്ന് പറയാം. അത് എൽഡർ ബ്രദറോ എൽഡർ സിസ്റ്ററോ ആകാം. ഓക്കെ, വാട്ട് 3X+7 may show? 3X+7 എന്ന് പറഞ്ഞാൽ മുന്നൂന്റെ ഏജിന്റെ 3 timesനോട് 7 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ആരുടെ ഏജ് ആയിരിക്കും? അത്രയും ചെയ്യണമെങ്കിൽ അതൊരു വലിയ ഏജ് ആയിരിക്കുമല്ലോ. അപ്പൊ ആരുടെ ആയിരിക്കും? ഗ്രാൻഡ് മദറിന്റെ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദറിന്റെ ആയിരിക്കും. അപ്പൊ അത് നിങ്ങൾക്ക് ഗ്രാൻഡ് ഫാദറിനോ ഗ്രാൻഡ് മദറിനോ സെലക്ട് ചെയ്യാം കേട്ടോ. ഇതെല്ലാം ഗസ് ആണ്, അല്ലാണ്ട് ഇത് നമുക്ക് കറക്റ്റ് ആൻസർ എന്നല്ല പറയുന്നത്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ഗസ്. അതായത് ഒരു യങ്ങർ ബ്രദർ എന്ന് ഇവിടെ ഒരു ഹിന്റ് തന്നു. അപ്പൊ എൽഡർ ബ്രദറിനെ പറ്റി ചിന്തിക്കാമേലേ, അല്ലെ എൽഡർ സിസ്റ്ററിനെ പറ്റി ചിന്തിക്കാമേലേ. അത് ഗസ് ആണ്, നമ്മൾ ഗസ് ചെയ്യുവാണ്. അല്ലാണ്ട് ഇതിന് പ്രത്യേകിച്ച് സ്പെഷ്യൽ ആയിട്ട് ഇന്ന ഉത്തരവേ ഇതിനുള്ളൂ എന്നല്ല കേട്ടോ. നമ്മൾ ഗസ് ചെയ്ത് പറയുന്ന കാര്യമാണ്. അപ്പൊ അത് ഓരോരുത്തർക്കും ഗസ് വരുന്ന ഓരോ രീതിയിലായിരിക്കാം. പിന്നെ എന്താണ്?
3x+7 എന്ന് പറഞ്ഞാൽ ഇച്ചിരി വലിയ ഏജ് ആണ്. അത് വേണമെങ്കിൽ നമുക്ക് ഫാദറിൻ്റെ ഏജ് ആക്കാം, മദറിൻ്റെ ഏജ് ആക്കാം, ഗ്രാൻഡ് മദറിൻ്റെ ഏജ് ആക്കാം, ഗ്രാൻഡ് ഫാദറിൻ്റെ ഏജ് ആക്കാം. കാരണം മുന്നു നെക്സ്റ്റ് ഇയേഴ്സ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. മുന്നുവിൻ്റെ ഏജ് ഇച്ചിരി കൂട്ടിയെടുത്തു കഴിഞ്ഞാൽ ഫാദറിൻ്റെ അല്ലെ മദറിൻ്റെ ഏജ് ആക്കാൻ പറ്റത്തില്ലേ? മുന്നുവിൻ്റെ ഏജ് ഇച്ചിരി ചെറുതാണെങ്കിലോ ഗ്രാൻഡ് മദറിൻ്റെ അല്ലെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഏജ് ആക്കാം. അപ്പം അങ്ങനെ നിങ്ങൾ ഗസ് ചെയ്താൽ മതി കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബി. Given Sarah's age today to be y years. സാറയുടെ ഏജ് ഇന്ന് y years ആണ്. ടുഡേ ഇന്ന് y years ആണ്. തിങ്ക് ഓഫ് ഹെയർ ഏജ് ഇൻ ദ ഫ്യൂച്ചർ ഓർ ഇൻ ദ പാസ്റ്റ്. അവളുടെ ഏജ് ഫ്യൂച്ചറിൽ എന്ന് പറഞ്ഞാൽ ഭാവിയിൽ വർഷങ്ങൾ കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇൻ ദ പാസ്റ്റ് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം ചിന്തിക്കുക. വാട്ട് വിൽ ബി ദ ഫോളോവിങ് എക്സ്പ്രഷൻസ് ഇൻഡിക്കേറ്റ്. താഴെ തന്നിരിക്കുന്ന എക്സ്പ്രഷൻസ് എന്താണ് സൂചിപ്പിക്കുന്നത്? ഇൻഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കുക. ഫസ്റ്റ് ഈസ് y+7. ഇതെന്തായിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇപ്പോഴത്തെ പ്രസന്റ് ഏജ് y ആണ്. y+7 ഈസ് ദ ഏജ് ആഫ്റ്റർ 7 years. 7 yearsന് ശേഷമുള്ള ഏജ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. y-3. y-3 indicates age before 3 years from the present age. Present ageൽ നിന്ന് 3 years മുൻപുള്ള ഏജ് ആണ് y-3. ശരിയല്ലേ? പിന്നെ വേറെ തന്നിട്ടുണ്ട് y+4.5 years എന്ന് വെച്ചാലോ പ്രസന്റ് ഏജിൽ നിന്ന് 4.5 yearsന് ശേഷമുള്ള ഏജ്. അപ്പോൾ y-1/4 4 and 1/2 indicates her age 4.5 years from now. Next y-2.5. y-2.5 എന്ന് പറഞ്ഞാലോ ഏജ് ബിഫോർ 2.5 years from now. ഇന്നത്തെ ഏജ് തൊട്ട് ബാക്കിലേക്ക് 2.5 കഴിഞ്ഞുള്ള ഏജ് ആണ് y-2.5. Question C. Given n students in the class like football. ഇവിടെ നമ്മൾ n സ്റ്റുഡൻസ്, ക്ലാസ്സിലെ n സ്റ്റുഡൻസ് ഫുട്ബോൾ ഇഷ്ടമാണ്. വാട്ട് മേ 2n ഷോ. അങ്ങനെയാണെങ്കിൽ 2n എന്തായിരിക്കും കാണിക്കുക? വാട്ട് മേ n/2 ഷോ. n/2 എന്തായിരിക്കും കാണിക്കുക? തിങ്ക് ഓഫ് ഗെയിംസ് അതർ ദാൻ ഫുട്ബോൾ. ഫുട്ബോൾ അല്ലാതെ വേറെ ഗെയിംസിനെ പറ്റി നിങ്ങളൊന്ന് ചിന്തിക്കൂ. അപ്പോൾ ഇവിടെ n സ്റ്റുഡൻസിന് ഫുട്ബോൾ ആണ് ഇഷ്ടം. ഓക്കെ, ഒരു ക്ലാസ്സിൽ n സ്റ്റുഡൻസ് ഉണ്ട്. അവർക്ക് എന്താണ് ഇഷ്ടം? ഫുട്ബോൾ ആണ് ഇഷ്ടം. ഇനി നിങ്ങൾക്ക് വേറെ ഏതോ ഗെയിം ഇഷ്ടപ്പെടുന്നത് 2n സ്റ്റുഡൻസ് ഉണ്ട്. വേറെ ഏതോ ഗെയിം ഇഷ്ടപ്പെടുന്നത് n/2 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഇതിനെ ഒന്ന് ഗസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗെയിം വെച്ചിട്ടൊന്ന് പറയാവോ? അപ്പോൾ ഇവിടെ ഞാൻ പറയുവാണ്, എനിക്ക് ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ക്രിക്കറ്റ് പറയട്ടെ. ഇപ്പോൾ 2n സ്റ്റുഡൻസ് ലൈക്ക് ക്രിക്കറ്റ് ആൻഡ് n/2 സ്റ്റുഡൻസിന് നമുക്ക് വേറൊരു കളി എടുക്കാം. എന്താ? ബാഡ്മിൻ്റനോ അല്ലെ ഹോക്കിയോ എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പം n/2 സ്റ്റുഡൻസ് ലൈക്ക് ഹോക്കി ഓർ ബാഡ്മിൻ്റൺ, യുവർ ചോയ്സ്. ഓക്കെ, അപ്പം എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് അറിയുമോ? മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ n സ്റ്റുഡൻസ് ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നു. എന്നിട്ട് ആ എന്നുമായിട്ട് റിലേറ്റ് ചെയ്ത് ക്ലാസ്സിലെ ബാക്കി സ്റ്റുഡൻസിൻ്റെയാണ് പറയുന്നത്. 2n എന്തായിരിക്കും? 2n എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ഞാൻ ക്രിക്കറ്റ് എടുത്തിരിക്കുന്നു കേട്ടോ. അപ്പം ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവർ 2n. പിന്നെ n/2 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഹോക്കി എടുക്കാം, ബാഡ്മിൻ്റൺ എടുക്കാം, എന്തും എടുക്കാം. ഇഷ്ടംപോലെ ഗെയിംസ് ഇല്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ തിങ്ക് ഓഫ് ഗെയിംസ് അതർ ദാൻ ഫുട്ബോൾ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഫുട്ബോൾ അല്ലാത്ത വേറെ ഏതും എടുക്കാം. ഫുട്ബോൾ എടുക്കരുതെന്ന് പറയാൻ കാരണം എന്താ? n സ്റ്റുഡൻസ് ആണ്. ഫുട്ബോളിന് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റാൻ പറ്റുമോ? ഇല്ല. സോ ഞാൻ ഈ മോർണിംഗ് ക്ലാസ്സിൽ പറഞ്ഞ് ഇത് 10 times റീഡ് ചെയ്യുക, ഇത് 10 times റീഡ് ചെയ്യുക. എന്നിട്ട് ഈ എക്സസൈസ് 11.3ഉം 4ഉം നന്നായിട്ട് റീഡ് ചെയ്യുകയും റൈറ്റ് ചെയ്യുകയും ചെയ്യുക. എങ്ങനെയാണ് എക്സ്പ്രഷൻസ് മേക്ക് ചെയ്യുന്നതെന്ന് എഴുതി നോക്കുക. ഓക്കെ, താങ്ക് യു.